ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും എന്തായാലും ഈ ചാനൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എസ്തെറ്റിക് ആയിട്ടുള്ള വീഡിയോസ് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഫോറിനേഴ്സിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് എസ്തെറ്റിക് സെറ്റപ്പും അവരെ എസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായല്ലോ, ലൈക്ക് എസ്തെറ്റിക് ആയിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുക, അവരവരുടെ ബെഡൊക്കെ സെറ്റ് ചെയ്യുന്നത്, അവരുടെ വീടൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടു നടക്കുന്നത്, ഇങ്ങനത്തെ പ്രൊഡക്റ്റീവായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ മലയാളികളുടേതാണെങ്കിലും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആ വീഡിയോസൊക്കെ കണ്ട് എനിക്കും അങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങണം, വീഡിയോസ് ഇടണം എന്നൊക്കെ ഉള്ളൊരു തോട്ട് വന്നു. അങ്ങനത്തെ ഒരു തോട്ട് വന്നിട്ട് തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 to 6+ years ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കറൻ്റ്ലി എനിക്ക് എന്താ പറയുക, ആ ഒരു എസ്തെറ്റിക് സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഈ ജേർണിയും കൂടെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കണം. ലൈക്ക് ആദ്യം ഞാൻ എങ്ങനെയായിരുന്നു, പിന്നെ ഞാൻ എന്തൊക്കെ ബിൽഡ് ചെയ്തെടുത്തു, എങ്ങനെ ഞാൻ എൻ്റെ ഡ്രീം ഗോളിലേക്ക് എത്തി. അപ്പോൾ എസ്തെറ്റിക് സെറ്റപ്പ് മാത്രമൊന്നുമല്ല കേട്ടോ എൻ്റെ ഡ്രീം. എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്, ലൈക്ക് ഫോറിൻ ട്രിപ്സ് പോണതും അങ്ങനെ നല്ലൊരു ജോബും കാര്യങ്ങളൊക്കെ എൻ്റെ ഡ്രീമിൽ പെട്ടതാണ്. അപ്പോൾ മൊത്തത്തിൽ എൻ്റെ ലൈഫ് ജേർണി ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാൻ ഒരു സ്ഥലം, അപ്പോൾ അത് ബ്യൂട്ടിഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൺസിസ്റ്റൻ്റ് ആൻഡ് അതേപോലെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ചാനൽ തുടങ്ങാമെന്നുള്ളൊരു ഐഡിയ അല്ല, ചാനൽ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. ചാനൽ തുടങ്ങാനുള്ള ആഗ്രഹമൊക്കെ കുറേ കാലമായിട്ടുണ്ട്. പിന്നെ എന്നെ പറ്റി പറയാനാണെങ്കിൽ ഞാനിപ്പോൾ BDS ഇൻറ്റേണാണ്. ഞാൻ ഡെൻറ്റിസ്റ്റാണ്. ഇപ്പോൾ ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ഇൻറ്റേണായിട്ട് വർക്ക് ചെയ്യാണ്. ഇനിയൊരു 5 months കൂടെ ഉണ്ട്. അതേപോലെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കണ ലാസ്റ്റ് 5 months ആണ്. അപ്പോൾ ആ ഒരു ടൈമും ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പം തന്നെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിങ്ങനെ ഇനി 5 മാസം കൂടെയല്ലേ ഉള്ളൂ എന്നൊക്കെ ആലോചിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു ചാനൽ തുടങ്ങാൻ നമുക്കെല്ലാതും റെക്കോർഡ് ചെയ്ത് വെക്കാം, മാക്സിമം പറ്റുന്ന പോലെ റെക്കോർഡ് ചെയ്യാനും സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലമായിട്ട് എനിക്ക് യൂട്യൂബ് തോന്നി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളെ ഇൻറ്റേൺഷിപ്പ് തീരാനായി, ഞങ്ങളെല്ലാവരും ഇനി ഓരോരോ വഴിക്ക് പോകുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വർഷം തുടങ്ങിയൊരു പുതിയ ട്രഡീഷനാണ് നമ്മൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. എല്ലാവരും ഞങ്ങൾ 6 പേരാണ്. അപ്പോൾ 6 പേരെ ബർത്ത്ഡേക്കും നമ്മളിങ്ങനെ ഓരോ ഗിഫ്റ്റ്സൊക്കെ കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഞാൻ പ്രതീക്ഷിച്ചു, ഇപ്പൊ പുറത്തോട്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. നിങ്ങൾ വേറെ ആവുന്നല്ലേ. എന്താണ് ഓണത്തിനിടാം ഇത് വിട്ട് പോണ്ട, അത് ഒരിക്കലും ഞങ്ങൾക്ക് കോളേജിൽ വാക്സിനേഷൻ ഉണ്ടായിരുന്നു, HPV വാക്സിൻ. അതെടുക്കാൻ ഫസ്റ്റ് ഡോസ് ഓൾറെഡി എടുത്തു, അത് നമ്മൾ കോളേജിൽ വന്നെടുത്ത്. ഇപ്പോൾ സെക്കൻഡ് ഡോസ് എടുക്കാൻ വന്നപ്പോൾ നമ്മൾ 2 മണി തൊട്ട് 6 മണി വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് ചൂട് കാരണം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ജ്യൂസൊക്കെ കുടിച്ചു. ഈ ജ്യൂസ് കുടിക്കുന്ന സ്ഥലം ഞാനും എൻ്റെ ഫ്രണ്ടും ഏതോ ഒരു ഇൻറ്റേർണൽ എക്സാം, ഞാനിപ്പോൾ ഏത് ഇൻറ്റേർണൽ എക്സാമാണെന്ന് ഓർക്കുന്നില്ല, ഒരു ഇൻറ്റേർണൽ എക്സാം കഴിഞ്ഞിട്ട് എന്നും ഞങ്ങൾ വന്ന് ഇവിടുന്ന് ജ്യൂസ് കുടിക്കും. ജ്യൂസ് എന്ന് പറഞ്ഞാൽ സർബത്ത് അവിടെ മെയിനായിട്ടുള്ള, ലൈക്ക് മുന്തിരി സോഡ, ബോംബെ സോഡ, തൈര് സോഡ, അങ്ങനെ കുറേ സോഡകളും സർബത്തൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരു ടൈമിൽ എപ്പോഴും വന്ന് കുടിക്കുന്നു.